അപ്പച്ചി എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? മണിപ്പുട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പച്ചിക്ക് ഇപ്പോൾ ഒത്തിരി പറയുന്നതിന് താമസമുണ്ട്, അതുകൊണ്ട് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്. നീ ഇന്ന കണക്കെല്ലാം അങ്ങനെ ഞാനത് പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ പറയാൻ പോവുകയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: നാടൻ നെല്ല് കുത്തിയ നാടൻ അരി, നെല്ല് കുത്തി ഉണ്ടാക്കിയതാണ്. നെല്ല് കുത്തി അരി ഉണ്ടാക്കി കുതിർത്ത് പൊടിപ്പിച്ച അരിയാണ്. ഉപ്പ് പാകത്തിന്, തേങ്ങ 1/4 മുറി തേങ്ങ, പിന്നെ 1/2 കിലോ മാവ്. ഇത് മൂന്നുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വേറൊന്നും ഇതിൽ ചേർക്കാറില്ല. പിന്നെ വെള്ളം തിളപ്പിച്ച് ഇതിൽ ഒഴിച്ച് ഞവിടണം. നമുക്ക് വെള്ളം തിളപ്പിക്കാം. ഇത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഇതിൽ ഒഴിച്ച് ഈ മാവ് നല്ലവണ്ണം കുഴയ്ക്കണം. കുഴച്ച് തണുത്തതിന് ശേഷം നമ്മുടെ സുപരിചിതമായ സേവനാഴിയിൽ, അതായത് വലിയ ഹോളുള്ള ചില്ലിയിൽ വേണം ഇത് കോരിയിടാനായിട്ട്. ഇത് പിഴിഞ്ഞെടുക്കണം. പക്ഷേ പഴയ കാലത്ത് ഉണ്ടാക്കുന്ന ക്ഷമയും കാര്യങ്ങളൊന്നും ഇപ്പോഴുള്ള പുതിയ തലമുറയ്ക്കില്ല. അതുകൊണ്ട് അവർ ഇതിന് മെനക്കെടാറില്ല. ഇപ്പോഴത്തെ ആധുനിക ലോകത്തിൽ അവർക്കിതൊന്നും ഒരു പരിചയമില്ലാത്ത ഒരു പലഹാരമാണ് ഈ മണിപ്പുട്ട്. നമുക്ക് വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശി ഒന്നങ്ങോട്ട് മാറുന്നില്ല. മുത്തശ്ശി, എനിക്ക് പേടിയാകുന്നു. മുത്തശ്ശി എന്നെ ചേർന്ന് നിന്നപ്പോൾ എനിക്കൊരു ചെറിയ സായം. അറിയാൻ പോണ കാര്യങ്ങളെല്ലാം, ചില കാര്യങ്ങൾ പ്രവചിക്കുന്നതെല്ലാം ശരിയേ പോകും. അതുകൊണ്ടിപ്പോൾ പേടിയാണ്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് മാവിലോട്ട് ആവശ്യത്തിന് ഒഴിക്കാം. 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. 2 ഗ്ലാസ് തികച്ചെടുത്തിട്ടുണ്ട്, ബാക്കി അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാവിലോട്ട് ഒഴിച്ച് കിണ്ടണം. അതിനുശേഷം കുറച്ച് ഉപ്പ് അത് വിതറി കൊടുക്കണം ആവശ്യത്തിന്. ഈ കാര്യം വാങ്ങിക്കുമ്പോഴാണ് ലേശം കൂടെ വെള്ളം ഒഴിക്കണം. ഇനി കുറച്ച് തണുക്കണം മാവ്. തണുത്തതിന് ശേഷമേ ഈ സേവനാഴിയിലോട്ട് പിഴിയാം. മാവ് പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സേവനാഴിയിലോട്ട് കയറ്റി ഇതിനെ പുഴിഞ്ഞൊഴിക്കണം. ഇത് പിഴിയുന്ന കാര്യം വളരെ പ്രയാസമാണ്. അതാണ് ആരും ഒരുങ്ങാത്തതെന്നാണ് മുത്തശ്ശി പറയണത്. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. പരാജയപ്പെട്ടാൽ നമുക്ക് നിർത്തി കളയാം. നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരെ ഞാൻ കാണിക്കാം. ഒരു തിരികെ തെറ്റിയാൽ എല്ലാം തെറ്റും. അതിൻ്റെ രഹസ്യം. പുഴിഞ്ഞടിക്കാൻ പോവേണ്. നല്ലവണ്ണം വയറ് നിറയെ ആഹാരമൊക്കെ കഴിച്ചിട്ടേ ഇത് പിഴിയാവുള്ളൂ. പ്രേക്ഷകരെ കളിയാക്കല്ലേ. ആരോഗ്യം വളരെ കൂടുതലാണ്, എക്സ്പീരിയൻസ് വളരെ കുറവാണ്. കണ്ടാലൊരു കുഴപ്പമില്ല. പക്ഷെ ചില കാര്യങ്ങളെല്ലാം ഞാൻ പിന്നോട്ടാണ്. മുത്തശ്ശിയുടെ കൈ ബലം ഉണ്ടായിരുന്നെങ്കിൽ മുത്തശ്ശി ഇപ്പം നിമിഷ നേരം കൊണ്ട് ഇത് റെഡിയാക്കി നിങ്ങളെല്ലാം കാണിച്ച് മുത്തശ്ശി ഇത് ശരിയാക്കി തന്നെ. നമുക്ക് പഴയ കാര്യങ്ങളെ കുറിച്ചല്ല ചിന്ത. നമുക്ക് പുതിയ കാര്യം റെഡിമെയ്ഡ് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നിട്ട് അതിന് പിന്നെ നമ്മൾ ഈ പൊടി മാവിട്ട് ഊറ്റി എടുക്കണം. പൊടി മാവിടുമ്പോൾ ഇത് ഓരോന്നോരോന്ന് പിരുന്ന് വരും. ഇതാ കാണുക, ഇങ്ങനെ പിരുത്തെടുക്കണം. ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് വേണ്ട വന്നത് വേണ്ട. ഇനി നമുക്കിതിനെ തേങ്ങയും കൂടെ പുട്ടവിക്കുന്ന കണക്ക് തേങ്ങ ചേർത്ത് നമുക്ക് അവിച്ചെടുക്കണം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അരിപ്പൊടിയും ഉപ്പും തേങ്ങയും പിന്നെ ആവശ്യത്തിനുള്ള പൊടിമാവ്. ഇത്ര മാത്രം മതി ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട്. നല്ല രുചിയാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഇനി നമുക്കിതിനെ കുറ്റിയിലോട്ട് ഇടാം. ആദ്യമായിട്ട്
കുറ്റിയിൽ നമ്മൾ വാഴയില നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിത് കാണാം. ആ വാഴയിൽ നിറച്ചതിന് ശേഷമേ ഇത് വാരിയിടാവുള്ളൂ, എങ്കിലേ നല്ലൊരു രുചി വരുള്ളൂ. പഴയകാല പുട്ട് മുറത്തിലവിച്ച് ഈ വാഴയിലയും വെച്ച് വയ്ക്കുന്ന ആ രുചി എങ്കിലേ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അത് അലൂമിനിയത്തിൻ്റെ കുറച്ച് തേങ്ങ, കുറച്ച് മാവ്, അങ്ങനെ ക്രമത്തിൽ വാരിയിടണം. വാരിയിട്ടതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് അമുക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഈ ഇളവ് പിരുന്ന് വീഴും. കൂടുതൽ അമുക്കരുത്. കൂടുതൽ അമുക്കിയാൽ ഇതെല്ലാം കൂടെ വേറൊരു രൂപത്തിലായി മാറും. അതുകൊണ്ട് കൂടുതൽ അമുക്കാതെ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. അമുക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമ്മളെ സുപരിചിതമായ നമ്മളെ പഴയ ഒരു കുട്ടിയാണ് കുടമാണുള്ളത്. അപ്പോൾ അതിലോട്ട് നമ്മൾ വാരി വെച്ച് ഏകദേശം പാകമാകാറായിട്ടുണ്ട്. ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനെ ഇറക്കാം. ആ പരുവത്തിൽ ഇതായിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒരു പഴയകാല മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരം വാങ്ങിച്ച് കെട്ടി വെച്ചതാണ്. അതിലോട്ട് നമുക്കിതിനെ ഇറക്കാം. വളരെ പാടുപെട്ടാണ് ഇറക്കിയത്. കയ്യിലെങ്ങനെ വീഴുകയാണെങ്കിൽ ഇന്നാളത്തെ കണക്ക് എല്ലാം കൂടെ പൊള്ളും. ഇതാണ് മണിപ്പുട്ട്. പുട്ട് അവിക്കുന്ന കണക്ക് അവിച്ചെടുക്കാം. പക്ഷേ ഇത് ഒത്തിരി പ്രയത്നമുണ്ട്. ഇത് പിഴിഞ്ഞെടുക്കണം. അതിന് നമുക്ക് കൈക്ക് നല്ല ബലം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരുവം തെറ്റിപ്പോണെങ്കിൽ ഇത് കൊളുകട്ട കണക്കാവും. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഇരിക്കണം. ഇതുപോലെ ഇരിക്കാനായിട്ട് പ്രത്യേക ഒരു ടെക്നിക്കുണ്ട്. പൊടിമാവ് ഇതിൽ തൂറ്റണം. തൂറ്റാതെ ആരും ഇത് പിരിത്തിടാൻ ശ്രമിക്കരുത്, പറ്റില്ല. കൊഴുക്കട്ടയായിട്ട് പിന്നെ നമുക്ക് അവിച്ച് തിന്നേണ്ടി വരും. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടിമാവ് വെച്ചിരുന്ന് ഇത് തൂറ്റിയെടുക്കണം. മുത്തശ്ശിയും ഞാനും തമ്മിലുള്ള ഇന്നത്തെ ഈ പാചകം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും മുത്തശ്ശിയുടെ മണിപ്പുട്ട് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും വരും നാളുകളിൽ നമുക്ക് പഴയ പാചകങ്ങളുമായി മുത്തശ്ശി ഞാനും, അല്ലെങ്കിൽ മുത്തശ്ശി മാത്രം നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.